വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേകതയുള്ള സ്ഥലത്താണ് അല്ലെ. എല്ലാ ദിവസവും പ്രത്യേകതയുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കാറുള്ളത്, പക്ഷെ ഇന്ന് അല്പം കൂടുതൽ പ്രത്യേകതയുള്ള ഒരിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വാർത്തായാത്ര ഇങ്ങനെ തുടങ്ങുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പ്രേക്ഷകരോട് പറയാം. ഒരു സസ്പെൻസ് കൊടുക്കുക അല്ലെ. അതെ. അപ്പൊ നമ്മൾ ഇന്ന് ഫെബ്രുവരി 15 തീയതിയാണ്, ശനിയാഴ്ചയാണ്, കുംഭം 3 തീയതി. നല്ല ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ട് ആവട്ടെ. മോർണിംഗ് ഒരു ഊർജ്ജസ്വലമായ പ്രഭാതം എല്ലാവർക്കും നേരുന്നു. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ പ്രേക്ഷകരെ, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആലുവ ദേശം കടവിലാണ്. ദേശം എന്ന് പറയാൻ പറ്റില്ല. ആലുവ മണൽപ്പുറത്തിന്റെ ഏറ്റവും അറ്റത്ത് ഒരു സ്വിമ്മിംഗ് ക്ലബ് ഉണ്ട്. അത് പറയണ്ടെന്നായിരുന്നല്ലേ? അല്ല, അവിടെ ദേശം കടവ് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉള്ളത്. ഈ സ്വിമ്മിംഗ് ക്ലബ് എന്നേ പറഞ്ഞോളൂ, ബാക്കിയുള്ളത് വഴിയെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. ഇന്നലെ വന്നൊരു വാർത്തയുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളെയൊക്കെ തിരിച്ചയക്കുകയാണ്. 2ാം ഘട്ടത്തിൽ തിരിച്ചയക്കുന്നു അമേരിക്ക. കഴിഞ്ഞ ദിവസം മോദിയും ട്രംപുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം അവരെ എന്തായാലും മോശമായിട്ട് അവരോട് പെരുമാറില്ല എന്നുള്ളൊരു ഉറപ്പെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ എത്തുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് നമുക്കൊപ്പം. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അടുത്ത സെറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ അടുത്ത ആൾക്കാരെ അവിടെ നിന്ന് നാട് കടത്തുകയാണ്. ഇവരോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാകും എന്നാണ് തീർച്ചയായിട്ടും രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം ആദ്യം വന്ന ആളുകൾ പറഞ്ഞത് വളരെ മോശമായി അവരോട് പെരുമാറി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എത്ര പേരെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്? എങ്ങനെയായിരിക്കും ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് പ്രവിത, സ്മിത. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയ ഇന്ത്യക്കാരെ ഇപ്പോൾ വീണ്ടും അമേരിക്ക തിരിച്ചയച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങളാണ് പുറപ്പെട്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ഈ വിമാനങ്ങൾ ഇന്ത്യയിലെത്തും. 119 പേരാണ് ഈ വിമാനങ്ങളിൽ ഉള്ളതെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ അമൃത്സറിലായിരിക്കും ഈ വിമാനങ്ങൾ ഇറങ്ങുക. ഇതിപ്പോൾ 2ാം വട്ടമാണ് ഈ നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരുമായിട്ടുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ US സന്ദർശനത്തിനിടെയാണ് അമേരിക്കയുടെ ഇത്തരം ഒരു നീക്കമെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബ് സ്വദേശികളായിട്ട് 67 പേര്, അതുപോലെ ഹരിയാനയിൽ നിന്ന് ഒരു 33 പേരും, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ആൾക്കാരുമാണ് വിമാനത്തിലുള്ളത്. അതേസമയം ഈ ശനിയാഴ്ച ഇന്ത്യയിൽ എത്തുന്നത് സൈനിക വിമാനമാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരറിയിപ്പും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അമേരിക്ക നാട് കടത്തുന്ന ഈ ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘം സൈനിക വിമാനത്തിൽ നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ കൈവിലങ്ങ് വെച്ചാണ് അയച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന മോദി ട്രംപ് ചർച്ചയ്ക്കിടയിൽ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യ തിരികെ സ്വീകരിക്കുമെന്നും അനധികൃത കുടിയേറ്റം ശരിയായ നടപടിയല്ലെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്ന് മോദി പറയുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്മിത, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ നടത്താം തുടരാം. ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ, അതായത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് അവരുടെ അനുഭവം എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. ഈ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വരുന്നവരാണ്. അപ്പോൾ ആ വിവരങ്ങൾ അറിയാൻ നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ അനധികൃത കുടിയേറ്റക്കാരെത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ഊഷ്മളമായ വരവേൽപ്പാണ് മോദിയും ട്രംപും തമ്മിൽ മോദിക്ക് അവിടെ കിട്ടിയത്. അതുപോലെ അവർ തമ്മിലുള്ള സൗഹൃദമൊക്കെ പങ്കുവെച്ചതും കൂടുതൽ സൗഹൃദ ബന്ധം ദൃഢമാക്കുമെന്നുള്ള ഉറപ്പൊക്കെ കാണുമ്പോൾ ഇത്തരത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ അന്ന് വന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ശരിക്കും അവരെ ഇൽട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഖേദവും പ്രതിഷേധവും ഒക്കെ ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്നലെ നടന്ന ഒരു ബാങ്ക് കൊള്ളയുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ചാലക്കുടി പോർട്ട് ഓഫ് ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചാലക്കുടി DYSP കെ സുമേഷാണ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത്. പ്രതി സഞ്ചരിച്ച വാഹനം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്.
സൂരജ്, ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പകൽക്കൊള്ള നടന്നിരിക്കുന്നു. പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? പ്രതി കേരളം വിട്ടു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ എത്തുന്നുണ്ട്. അതുപോലെ ഈ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഏത് ആയിരിക്കും ഇന്നത്തെ ഒരു അന്വേഷണം? പഴുതടച്ച അന്വേഷണം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും സ്മിത, അതായത് ഇന്നലെ ഈ മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെങ്കിൽ ഇയാൾക്ക് ഈ മറ്റിടങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ സ്കൂട്ടർ ഇത്രയും നേരം കണ്ടെത്താത്തതിന് കാരണം ഈ പ്രതി ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ പ്രതിക്ക് മറ്റൊരു സഹായം കൂടി ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിനിടയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതി ഈ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം, അതായത് ഈ ബാങ്കിലെ മാത്രമല്ല അനുബന്ധ CCTV ദൃശ്യങ്ങളടക്കം എടുത്തെങ്കിലും ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ഹെൽമറ്റിനൊപ്പം തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് അടക്കം വെച്ചായിരുന്നു ഈ പ്രതി ബാങ്കിലെത്തിയതും പിന്നീടുള്ള യാത്ര തുടർന്നും എല്ലാം അത്തരത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ നമ്പറും കൃത്യമായി ലഭിക്കാത്തതാണ് ഈ പ്രതിയിലേക്ക് എത്താൻ ഒരു തരത്തിലുള്ള സൂചനയും ലഭ്യമാകാത്തതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് ചാലക്കുടിയിലെ വിവിധ മേഖലകളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ വണ്ടിയുടെ നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ കണ്ടെത്തുക, സമാന്തരമായി പ്രതിയിലേക്ക് എത്താവുന്ന മറ്റു സൂചനകൾ കൂടി കണ്ടെത്തുക, നേരത്തെ ബാങ്കിൽ വന്ന CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ച് അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഇന്ന് പരിശോധന നടത്തും എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളവും സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഈ അന്വേഷണം അതിൻ്റെ കൂടുതൽ പുരോഗതി ഉണ്ടാകും. പ്രതി സഞ്ചരിച്ച വാഹനം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അഥവാ ട്രെയിനിലോ മറ്റോ കയറി പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷണം. നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു. ഇതൊരു ദേശീയപാതയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഏത് വശത്തേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോയി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളിൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എറണാകുളത്തേക്ക് കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് പോയിട്ടുണ്ടോ, ഇനി ട്രെയിൻ കയറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, ആ രീതിയിൽ അന്വേഷണം കേന്ദ്രീകരിക്കും. മറ്റൊരു വാർത്ത നോക്കിയാൽ ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. സംഭവം നടന്ന് 30 ദിവസത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു വീട്ടിൽ കയറി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ജനുവരി 15-ാം തീയതിയാണ് ഋതു ജയൻ എന്ന കൊടും ക്രിമിനൽ ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. അയൽത്തർക്കമായിരുന്നു കാരണം. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുറ്റപത്രം അതിവേഗം സമർപ്പിക്കുന്നത്. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായില്ല. ജിതിൻ സംസാരശേഷി വീണ്ടെടുക്കാത്തതായിരുന്നു പ്രതിസന്ധി. വളരെ ആർജവത്തോടെ, വളരെ കൃത്യപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഏറ്റെടുത്തിട്ടുള്ള സമീപനം. ഏതായാലും ഏറ്റവും നല്ല ഒരു, അതായത് അർഹമായ ശിക്ഷ തന്നെ ഈ കുറ്റവാളിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സമർപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൂരകൃത്യം കണ്ട കുട്ടികളുടെ മൊഴി, CCTV ദൃശ്യങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള ജിതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ ഋതു ജയൻ മാത്രമാണ് പ്രതി. മുനമ്പം ഡിവൈഎസ്പി S. ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. പറവൂർ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
അപ്പോൾ അതാണ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പുറകിലൂടെ നിറച്ച ആളുകളൊക്കെ നടന്നു പോകുന്നത് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര രാവിലെ എന്താണ് ഇവിടെ ഇത്ര തിരക്കെന്ന് വിചാരിക്കുന്നുണ്ടാവും. ആലുവയിലാണ്, ദേശം കടവിലാണ് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാഴ്ചയായിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒന്ന് വെളുത്തോട്ടെ, കാരണം നല്ല ഇരുട്ടാണ്. പക്ഷേ അത്ഭുതം തോന്നുന്ന കാര്യം, ചെറിയ കുട്ടികൾ, അതൊരു 2.5-3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാ. അപ്പൊ ഈ രാവിലെ എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കുന്നവർക്ക് ഇന്ന് കാണിച്ചു തരാം കേട്ടോ, നേരം വെളുത്താൽ എങ്ങനെയാണ് എഴുന്നേറ്റ് ഒരു ദിവസം 5:30 ആവുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ തിരക്ക്. അതെ അതെ, എല്ലാ ദിവസവും അത് തന്നെയാണ് സ്ഥിതി എന്നാ പറയുന്നത്. നമുക്ക് ചോദിക്കാം വിശേഷങ്ങളൊക്കെ. മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ പ്രേത? അതെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ചേരുകയാണ്. അപ്പൊ ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനകൾ ചർച്ച ചെയ്യും. പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരുന്നത്. 2 ദിവസത്തിനകം യോഗം വിളിക്കാനാണ് നിർദ്ദേശം. പുനർനിർമ്മാണ പദ്ധതികളുടെ നിർവഹണ വകുപ്പുകളുടെ സെക്രട്ടറിമാരാണ് യോഗം ചേരുക. ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പൊതുമരാമത്ത്, റവന്യൂ, ജലവിഭവം, പൊതുവിദ്യാഭ്യാസ വകുപ്പുകളുടെ സെക്രട്ടറിമാരാകും പങ്കെടുക്കുക. വായ്പാ തുക ഉപയോഗിച്ച് എങ്ങനെ പദ്ധതികൾ പൂർത്തിയാക്കാം, കേന്ദ്രം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കാം, സമയപരിധിയിൽ ഇളവ് നേടാൻ കേന്ദ്രത്തെ സമീപിക്കണോ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ആലോചിക്കും. സെക്രട്ടറിതല യോഗത്തിലെ നിർദ്ദേശങ്ങൾ മന്ത്രിമാരും അവലോകനം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗവും വിഷയം ചർച്ച ചെയ്തേക്കും. പുനർനിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാനം സമർപ്പിച്ച 16 പദ്ധതികൾ അംഗീകരിച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയം 529 കോടി രൂപ പലിശരഹിത വായ്പ അനുവദിച്ചത്. എന്നാൽ അനുവദിച്ച പണം ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവാക്കണമെന്ന നിബന്ധന വെച്ചതാണ് സംസ്ഥാനത്തെ കുഴക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തീരാൻ ഇനി കഷ്ടിച്ച് 1.5 മാസമേയുള്ളൂ. ടെൻഡർ വിളിച്ച് കരാർ നൽകി നിർമ്മാണം പൂർത്തീകരിക്കാൻ ഈ കാലയളവ് മതിയാകില്ല. ഈ സാഹചര്യത്തിലാണ് കാലാവധി നീട്ടിച്ചോദിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. 24 തിരുവനന്തപുരം. നമ്മുടെ കമന്റ് ബോക്സിൽ നൌഷാദ് മാമ്പാട് പറയുന്നു, ഗുഡ് മോർണിംഗ് പ്രവിത സ്മിത, ഇന്ന് എൻ്റെ ജന്മദിനമാണ്, വിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വിഷ് ചെയ്യും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഒരു നല്ല വർഷമാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ നൌഷാദ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ അപ്ഡേറ്റ്സിലേക്കാണ് പോകേണ്ടത്. കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുത്തേക്കും. വനംവകുപ്പ് CCFന്റെയും കോഴിക്കോട് ADMന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി. വനമന്ത്രി AK ശശീന്ദ്രൻ മരിച്ചവരുടെ വീടുകൾ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. സമീർ C മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, കഴിഞ്ഞ ദിവസം ഈ ദുരന്ത വാർത്ത വരുന്നു, അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തും, വേദനിപ്പിക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഏത് ഭാഗത്താണ് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ ക്ഷേത്ര ഭാരവാഹികളൊക്കെ പറഞ്ഞിരുന്നു, ട്രസ്റ്റി അവരൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ള രീതിയിൽ കൃത്യമായ നിയമ നടപടികളൊക്കെ പാലിച്ചായിരുന്നു ആനയെ എഴുന്നള്ളിച്ചതും ഉത്സവം നടത്തിപ്പും കരിമരുന്ന് പ്രയോഗവും ഒക്കെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും കേസ് വരുമ്പോൾ അവർക്കെതിരെയൊക്കെ കേസ് എടുക്കേണ്ടി വരും. എന്താണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം ഈ കേസ് അന്വേഷണം? വെരി ഗുഡ് മോർണിംഗ്. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആനകൾ ഇടയുകയും 3 പേർ മരിക്കാനിടയാകുകയും ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് CCFന്റെയും ADMന്റെയും റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. അതിനകത്ത് ട്രസ്റ്റിയുടെയും ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടും വീഴ്ചയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല നാട്ടാന പരിപാലന ചട്ടത്തിന്റെ നഗ്നമായ ലംഘനം ഉണ്ടായി എന്നുള്ളതും അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിധത്തിൽ ആളുകൾ ചുറ്റിൽ നിൽക്കുമ്പോൾ അതിനെ ചെങ്ങലയിട്ടിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം വിഷയങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ട്രസ്റ്റിക്കെതിരെയും കേസെടുക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. നിലവിൽ 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് ലീലയുടെയും അതുപോലെ രാജൻ, അമ്മക്കുട്ടിയമ്മ, ഈ 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ADMന്റെയും CCFന്റെയും റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ആനപ്പാപ്പാന്മാർ, അതുപോലെ തന്നെ ട്രസ്റ്റി, കൂടാതെ ആ പടക്കം പൊട്ടിച്ചവർ, ഇവർക്കെതിരെ കൂടെ കേസെടുക്കും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 31 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലുമായാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെയൊക്കെ അപ്പം മരണപ്പെട്ടവർക്കും ആ മരണപ്പെട്ടവരുടെ കുടുംബത്തിനും അതുപോലെ ചികിത്സയിൽ കഴിയുന്നവർക്കുമുള്ള ധനസഹായം ഉണ്ടാകുമോ സർക്കാരിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഈ മരിച്ചവരുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണും. ഈ വേളയിൽ ധനസഹായം പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മന്ത്രിമാരായിട്ടുള്ള
മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ MP രാജേഷ് എന്നിവരും പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഈ കുടുംബാംഗങ്ങളൊക്കെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം അതായത് നാട്ടിൽ തുടർച്ചയായിക്കൊണ്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. വിവിധയിടങ്ങളിൽ ഈ നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ ലംഘനം ഉണ്ടാവുകയും ആളുകൾ മരിക്കാനിടയാവും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ തുടർ നടപടികൾ എന്ത് എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമുണ്ടാകും. വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഉത്സവങ്ങളും, അതായത് ആന എഴുന്നള്ളിപ്പോടു കൂടിയുള്ള ഉത്സവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരിടത്തും ഈ മാസം 21 വരെ ആനയെ എഴുന്നള്ളിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നാട്ടാന പരിപാലന ചട്ടത്തിൻ്റെ ജില്ലാ കമ്മിറ്റി CCF അതുപോലെ തന്നെ ADM ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഈ മാസം 21 വരെ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം പാടില്ല. അതായത് ഉത്സവം നടത്തുകയാണ് എങ്കിൽ ആനകളെ എഴുന്നള്ളിക്കരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ നീന്തൽ ക്ലബ്ബ്, ആലുവയിലെ നീന്തൽ ക്ലബ്ബ് പരിസരത്താണ്. ഇവിടെ അതിരാവിലെ തന്നെ നീന്തലിനായി പരിശീലനത്തിന് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൗതുകകരമായ കാഴ്ചകൾ, അതുപോലെ നമുക്ക് നീന്തലൊന്ന് പഠിച്ചാലോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ വെളുപ്പം കാലത്തെ, കൊച്ചു വെളുപ്പം കാലത്തെ ഉണർന്ന് കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം. വളരെ ഒരുപാട് വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വാർത്തകൾ ആദ്യം എടുത്തിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും, കുറച്ച് വെളിച്ചമാകുമ്പോഴേക്കും കുഞ്ഞു ബേബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. നല്ല ഉറക്കത്തിലാണ്. വരാം ഞങ്ങള്. ഓക്കെ, നേരം വെളുത്ത് വരട്ടെ എന്തായാലും. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ച് മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ വാങ്ങിക്കൂട്ടിയത് ചില്ലറ പണിയൊന്നുമല്ല. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഇനത്തിൽ ഈടാക്കിയത് 7.5 ലക്ഷത്തിലധികം രൂപയാണ്. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് വയറ്റത്തടിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത്. എന്നാൽ പദ്ധതി ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് ആ പ്രതിഷേധം അത്ര കണ്ട് പിടിച്ചില്ല. മൂന്നാറിലെ ടാക്സി വാഹനങ്ങളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്ഘാടന വേദിയിൽ മന്ത്രിയുടെ നിർദ്ദേശം. പിന്നാലെ ഇടുക്കി RTOയും എൻഫോഴ്സ്മെന്റ് RTOയും ചേർന്ന് പരിശോധന നടത്തി. ടാക്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ് എന്നിവയില്ലാത്ത വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് പിഴ ചുമത്തി. മൂന്നാറിൽ മന്ത്രി സന്ദർശനത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ധാരാളം പരാതികൾ ലഭിച്ചു. അതായത് കുറേ രേഖകളില്ലാത്ത വണ്ടികൾ ഓടുന്നുണ്ട്. വിവിധ മേഖലയിലെ ടാക്സി യൂണിയൻകാരിൽ നിന്നൊക്കെ പരാതികൾ ലഭിക്കുന്നുണ്ടായി. അതായത് വാഹനത്തിന് മതിയായ രേഖകളില്ലാതെ ടാക്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, ലൈസൻസ് ഇല്ലാത്തവർ വാഹനം ഓടിക്കുന്നു. അത്തരത്തിലുള്ള കുറേ പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കർശനമായ ചെക്കിങ് നടത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെക്കിങ് നടത്തിയത്. ഇപ്പോൾ ഇതുവരെ 305ഓളം വാഹനങ്ങൾ നമ്മൾ കേസെടുത്തിട്ടുണ്ട്. മീറ്റർ ഇല്ലാതെയും രൂപമാറ്റം വരുത്തിയും ഓടിയ ഓട്ടോകൾക്കും പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കും പിഴയുണ്ട്. 3 ദിവസത്തെ പരിശോധനയിൽ 305 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 7,65,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. 24 ഇടുക്കി. അപ്പോൾ അതാണ് ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ കിട്ടിയ പണിയാണ്. പുലിവാല് പിടിച്ചു. എന്തായാലും വലിയ തുകയാണ് ഇപ്പോൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനിയും കർശന പരിശോധനകൾ തുടരും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം അത് വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ദൃശ്യങ്ങളിലേക്ക് ഒരു പക്ഷേ എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഒരുപാട് പേര് മുൻപ് ഞങ്ങൾ പറഞ്ഞതുപോലെ നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് കെട്ടിയിട്ടാണ് അവർ നീന്തൽ പഠിപ്പിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ച എങ്ങനെയാണ് ഇവരിവിടെ നീന്തൽ പഠിപ്പിക്കുന്നത്, പുഴയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് നീന്തൽ പഠിപ്പിക്കുകയെന്ന്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാണ് ഈ സ്ഥലത്ത്. അപ്പോൾ രാവിലെ 5 മണി കഴിയുമ്പോഴേക്കും ഇവിടെ തിരക്ക് ഇങ്ങനെ തുടങ്ങും. അതിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. സൗജന്യ നീന്തൽ പരിശീലനമാണ്. അപ്പോൾ ഒരു 45 ദിവസത്തിൽ നിങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ പോവാം. അത് ഏത് പ്രായത്തിലുള്ളവരെയും അവർ ഓരോ ക്ലാസ്സുകളായി തിരിച്ചൊക്കെയാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം, നീന്തൽ പരിശീലന കേന്ദ്രത്തിലെ ആളുകളോട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. നല്ല തണുത്ത കാറ്റുണ്ട്, തണുപ്പുണ്ട്. കാരണം പകൽ മുഴുവനും കടുത്ത ചൂടാണെന്ന് അറിയാലോ. അപ്പോൾ അതിനിടയിൽ ഈ രാവിലെയുള്ള തണുപ്പ് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. നല്ലതും ചീത്തയായ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നു. അത് നമുക്ക് വലിയ ഊർജ്ജം പകരുന്നുണ്ട്.